ഹലോ, ലിസുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു എ ലൈൻ ടോപ്പാണ് തയ്ക്കാനായിട്ട് പോകുന്നത്. സ്ലിറ്റ് ഇല്ലാത്ത ഒരു ടോപ്പ്. നെറ്റിൻ്റെ മോഡൽ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അതിൻ്റെ ലൈനിങ് ആണ്. നമുക്ക് ആദ്യമായിട്ട് ലൈനിങ് ആണ് വെട്ടിയെടുക്കേണ്ടത്. ഇതിനായിട്ട് ലൈനിങ് 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ആദ്യം ഒന്ന് മടക്കുക, പിന്നെ ഒന്നുകൂടി മടക്കുക, അങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ലൈനിങ് ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് കഴിയുമ്പോൾ കിട്ടുന്ന വീതി 24 ഇഞ്ചാണ്. നമ്മൾ അത്രയും വീതി തന്നെ എടുക്കുകയാണ്, കാരണം ഇതൊരു പ്ലസ് സൈസ് ടോപ്പാണ്. ഇനി നമുക്ക് ഈ ലൈനിങ്ങിൽ വണ്ണം അടയാളപ്പെടുത്താം. ഈ ടോപ്പ് തയ്ക്കുന്ന കുട്ടിക്ക് 37 ഇഞ്ച് വണ്ണമാണുള്ളത്. അപ്പോൾ നമ്മൾ 37ൻ്റെ കൂടെ 3 കൂട്ടണം. അപ്പം 40 കിട്ടും. ഈ 40നെ 4ആയി ഹരിക്കുമ്പോൾ 10 കിട്ടും. 10ൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയാൽ 12 ഇഞ്ച് കിട്ടും. ഈ 12 ഇഞ്ചാണ് വണ്ണമായിട്ട് അടയാളപ്പെടുത്തുന്നത്. നമുക്ക് 12 ഇഞ്ച് ലൈനിങ്ങിൽ അടയാളപ്പെടുത്താം. കുറച്ച് താഴെ കൂടി 12 ഇഞ്ച് അടയാളപ്പെടുത്തണം. അടുത്തതായി ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ 7 ഇഞ്ചാണ് എടുക്കുന്നത്. 7 ഇഞ്ച് അടയാളപ്പെടുത്താം. കുറച്ച് താഴെയായിട്ട് 7 ഇഞ്ച് വീണ്ടും അടയാളപ്പെടുത്തണം. ഇനി കൈക്കുഴിയാണ് അടയാളപ്പെടുത്തേണ്ടത്. കൈക്കുഴിയും 7 ഇഞ്ച് എടുക്കുക. 7 ഇഞ്ച് അടയാളപ്പെടുത്താം. 12 ഇഞ്ച് വണ്ണം എടുത്തിടത്തും 7 ഇഞ്ച് അടയാളപ്പെടുത്തണം. എന്നിട്ട് അതൊരു എൽ ഷേപ്പിൽ വരച്ചെടുക്കാം. എന്നിട്ട് എൽ ഷേപ്പിൻ്റെ കോർണറിൽ നിന്നും മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് യു ഷേപ്പിൽ കൈക്കുഴി വരച്ചെടുക്കാം. ഇനി ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴി അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് എൽ ഷേപ്പിൻ്റെ കോർണറിൽ നിന്നും അകത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്കും ഒരു എൽ ഷേപ്പ് ആകൃതിയിൽ വരച്ചെടുക്കുക. എന്നിട്ട് ആ എൽ ഷേപ്പിൻ്റെ കോർണറിൽ നിന്നും 1 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി യു ഷേപ്പിൽ വരച്ചെടുക്കണം. ഇതാണ് ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴി. മറ്റേത് ബാക്ക് പീസിൻ്റെ കൈക്കുഴിയാണ്. ഇനി നമുക്ക് ഇടവണ്ണം അടയാളപ്പെടുത്തണം. ഇതിനായിട്ട് 12 ഇഞ്ച് വണ്ണം മുകളിൽ അടയാളപ്പെടുത്തിയെടുത്ത് നിന്നും താഴേക്ക് 13 ഇഞ്ച് മാർക്ക് ചെയ്യാം. പൊക്കം കുറഞ്ഞവർക്കാണ് കേട്ടോ നമ്മൾ 13 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. മീഡിയം പൊക്കമുള്ളവർക്ക് 13.5 ഇഞ്ചും നല്ല പൊക്കമുള്ളവർക്ക് 14 ഇഞ്ചും ഇവിടെ എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇവിടെയും നമുക്ക് 12 ഇഞ്ച് വണ്ണം ആദ്യം അടയാളപ്പെടുത്തണം. അതിനുശേഷം ഈ 12 ഇഞ്ചിൽ നിന്നും 1.5 ഇഞ്ച് കുറച്ചിട്ട് 10.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇതാണ് ഇടവണ്ണം. ഇനി നമുക്ക് കൈക്കുഴിയുടെ അറ്റത്ത് നിന്നും ഈ 10.5 ഇഞ്ച് പോയിന്റിലേക്ക് വരച്ച് താഴെ വരെ, ടോപ്പിൻ്റെ താഴെ വരെ ഷേപ്പിൽ വരച്ചെടുക്കാം. എത്രത്തോളം വണ്ണം കിട്ടുമോ അത് മുഴുവനും നമുക്ക് എടുക്കണം. എന്നിട്ട് ഇതിലൂടെ വെട്ടിയെടുക്കാം. അതിനുശേഷം ഫ്രണ്ടിലെയും ബാക്കിലെയും ലൈനിങ്ങുകൾ തമ്മിൽ വേർതിരിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് കഴുത്ത് അടയാളപ്പെടുത്താം. ഇതിനായിട്ട് ആദ്യം ഒരു ക്യാൻവാസ് എടുക്കുക. ഇവിടെ കഴുത്തിൻ്റെ അകലം നമ്മൾ എടുക്കുന്നത് 4.25 ഇഞ്ചാണ്. ആ 4.25 ഇഞ്ച് ആദ്യം ഈ ക്യാൻവാസിലേക്ക് മാർക്ക് ചെയ്യണം. കഴുത്തിൻ്റെ ഇറക്കം 7 ഇഞ്ചാണ് എടുക്കുന്നത്. 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ചപ്പുറത്ത് 4.25 ഇഞ്ചും 7 ഇഞ്ചും മാർക്ക് ചെയ്ത് ഒരു എൽ ഷേപ്പ് ആകൃതിയിൽ വരച്ചെടുത്ത് പിന്നെ ആ കോർണറിൽ നിന്നും 1 ഇഞ്ച് മുകളിലേക്കെടുത്ത് യു ഷേപ്പിൽ ഫ്രണ്ട് കഴുത്ത് നമുക്ക് വരച്ചെടുക്കാം. ഇനി ഈ യു ഷേപ്പിൽ നിന്നും പുറത്തേക്ക് ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്യണം. ചുറ്റിലും മാർക്ക് ചെയ്യണം. അതിനുശേഷം ആ മാർക്കുകളെല്ലാം കൂട്ടി യോജിപ്പിക്കണം. ഇനി നമുക്ക് ഈ വരച്ച വരയിലൂടെ ഫ്രണ്ട് കഴുത്ത് വെട്ടിയെടുക്കാം. ഇപ്പോൾ കിട്ടിയ ആ കഴുത്ത് നമുക്കൊരു തുണിയിലേക്ക് വെച്ച് തേച്ച് പിടിപ്പിക്കാം. ക്യാൻവാസിൻ്റെ ആ കഴുത്തിൻ്റെ അകലം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ തുണി നമുക്ക് ആദ്യം നടുവേ ഒന്ന് മടക്കണം. എന്നിട്ട് ആ മടക്കിയ പാടിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും 4.25 ഇഞ്ച് വീതം മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ മാർക്കുകളുടെ പുറത്തേക്കായിട്ട് ക്യാൻവാസ് വെച്ചിട്ട് വേണം തേച്ചെടുക്കാനായിട്ട്.
ഇപ്പോൾ ഇതാ നമ്മൾ തേച്ചെടുത്തിരിക്കുകയാണ്. ഇനി ക്യാൻവാസിൻ്റെ പുറത്തുകൂടി 1/4 ഇഞ്ച് വിട്ടിട്ട് വെട്ടിക്കളയണം. എന്നിട്ട് ആ തുമ്പ് ക്യാൻവാസിലേക്ക് വെച്ച് അടിച്ചെടുക്കണം. ഇതാ നമ്മൾ തുമ്പ് ക്യാൻവാസിലേക്ക് വെച്ച് അടിച്ചെടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ ടോപ്പിൻ്റെ അടിയിലേക്ക് ഫ്രില്ല് വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് തുണി മുറിച്ചെടുക്കാം. 5 ഇഞ്ച് വീതിയിൽ നീളത്തിൽ നമുക്ക് മെയിനായിട്ടുള്ള തുണിയിൽ നിന്നും ഫ്രില്ലിനായിട്ട് തുണി മുറിച്ചെടുക്കാം. ഇനി ആ മെയിൻ തുണി 4ആയിട്ട് മടക്കിയിടുക. അതിനുശേഷം ബാക്കിൻ്റെ ലൈനിങ് എടുത്തിട്ട് അതിന് മുകളിൽ വെച്ച് അതേ ആകൃതിയിൽ മെയിൻ തുണി നമുക്ക് മുറിച്ചെടുക്കാം. ടോപ്പിൻ്റെ ഇറക്കം നമുക്ക് വേണ്ടത് 40 ഇഞ്ചാണ്. നമുക്ക് 41 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഈ തുണി മുറിച്ചെടുക്കാം. ഇനി മെയിൻ തുണിയും ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ വേർപെടുത്തി എടുക്കണം. അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് മുറിച്ചെടുക്കാം. ഇതിനായിട്ട് ലൈനിങ് തുണി 4ആയിട്ട് മടക്കിയിടുക. 10 ഇഞ്ച് വീതിയിൽ വേണം 4ആയിട്ട് മടക്കിയിടാനായിട്ട്. ഇത് പ്ലസ് സൈസ് ആയിട്ടുള്ള ടോപ്പാണ്, അതുകൊണ്ടാണ് സ്ലീവിന് 10 ഇഞ്ച് എടുക്കുന്നത്. അതല്ലെങ്കിൽ 9 ഇഞ്ച് മതിയായിരുന്നു. കൈയുടെ ഇറക്കം നമ്മൾ എടുക്കുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് നമുക്ക് 2 വശത്തുമായിട്ട് മാർക്ക് ചെയ്യാം. ഇനി വലതുവശത്ത് മാർക്ക് ചെയ്ത 6 ഇഞ്ചിൽ നിന്നും മുകളിലേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി അതൊരു ഷേപ്പിൽ വരച്ചെടുക്കാം. കൈയുടെ അടിവണ്ണം 8.5 ഇഞ്ചാണ്. 8.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ പോയിൻറ്റും 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റും തമ്മിൽ ചെരിച്ച് വരയ്ക്കണം. എന്നിട്ട് ആ വരയിലൂടെ നമുക്ക് സ്ലീവ് വെട്ടിയെടുക്കാം. ഇനി വെട്ടിയെടുത്ത ഈ സ്ലീവ് 4ആയി മടക്കിയിട്ട മെയിൻ തുണിയിലേക്ക് വെച്ചിട്ട് മെയിൻ തുണിയിൽ നിന്നും നമുക്ക് സ്ലീവ് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിൻ്റെ കഴുത്ത് അടയാളപ്പെടുത്താം. ഇതിനായിട്ട് ബാക്കിലെ ലൈനിങ് 2ആയി മടക്കിയിടുക. ബാക്ക് കഴുത്തിൻ്റെ അകലം 3 ഇഞ്ചാണ് എടുക്കുന്നത്. 3 ഇഞ്ച് അടയാളപ്പെടുത്തണം. ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം 5 ഇഞ്ചാണ്. ആ 5 ഇഞ്ചും നമുക്ക് അടയാളപ്പെടുത്താം. ഇനി ഈ 3 ഇഞ്ചും 5 ഇഞ്ചും കുറച്ചപ്പുറത്തേക്ക് മാറ്റി മാർക്ക് ചെയ്ത് ഒരു എൽ ഷേപ്പിൽ വരച്ചെടുത്ത് എൽ ഷേപ്പിൻ്റെ കോർണറിൽ നിന്നും 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് യു ഷേപ്പിൽ ബാക്ക് കഴുത്ത് വരച്ചെടുക്കാം. ഇനി ഈ ലൈനിങ് തിരിച്ചു മടക്കി ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആ വരകളെല്ലാം അപ്പുറത്തെ സൈഡിലും ആകത്തക്ക വിധം പ്രസ് ചെയ്യണം. ഇതാ മാർക്കുകൾ അപ്പുറത്തെ സൈഡിലും കൂടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പീസിൻ്റെ നല്ല തുണി എടുത്തിട്ട് ഈ ലൈനിങ് തുണിയുടെ മുകളിൽ വെച്ച് ബാക്ക് കഴുത്ത് വരച്ച ആ മാർക്കിലൂടെ അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ കൈക്കുഴി കുഴിച്ചു വെട്ടാം. ഇതിനായിട്ട് ലൈനിങ് തുണി എടുത്ത് ആദ്യം വെച്ച് അതിൻ്റെ മുകളിൽ നല്ല തുണി മടക്കിയിട്ടിട്ട് ലൈനിങ് തുണിയിൽ നമ്മൾ കുഴിച്ചു വെട്ടാനായിട്ട് മാർക്ക് ചെയ്ത ആ വരയിലൂടെ മെയിൻ തുണിയും ലൈനിങ്ങും വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ മെയിൻ പീസയിൽ കഴുത്ത് അടയാളപ്പെടുത്താം. 3 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം. 3 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇറക്കം 5 ഇഞ്ച്, കഴുത്തിൻ്റെ ഇറക്കം 5 ഇഞ്ച്, 5 ഇഞ്ചും അടയാളപ്പെടുത്താം. ഇനി ഈ 5 ഇഞ്ചും 3 ഇഞ്ചും കുറച്ചപ്പുറത്ത് കൂടി മാർക്ക് ചെയ്ത് എൽ ഷേപ്പിൽ വരച്ചെടുത്ത് എൽ ഷേപ്പിൻ്റെ കോർണറിൽ നിന്നും 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റി യു ഷേപ്പിൽ ഫ്രണ്ട് കഴുത്തും വരച്ചെടുക്കാം. ഇനി ആ വരച്ച വരയിലൂടെ കഴുത്ത് വെട്ടിയെടുക്കാം. അടുത്തതായിട്ട് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് എടുത്ത് വെക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്യാൻവാസ് വെച്ച് അടിച്ചെടുത്ത ആ തുണി സെൻറ്റർ നോക്കി വയ്ക്കണം. ലൈനിങ് തുണിയുടെ നല്ല വശത്തേക്കാണ് ഈ തുണി വെക്കേണ്ടത്. ഇനി നമുക്ക് ക്യാൻവാസിൻ്റെ അരികിൽ കൂടി ക്യാൻവാസെ കയറാതെ അടിച്ചെടുക്കണം. ഇത് നമ്മൾ അങ്ങനെ അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ അടുപ്പിൻ്റെ ഉള്ളിൽ കൂടി തുമ്പിട്ടിട്ട് 1/4 ഇഞ്ച് തുമ്പിട്ടിട്ട് വെട്ടിക്കളയാം.
ഇനി ആ തുമ്പിൽ കൂടെ ചെറിയ വെട്ടുകൾ കൊടുത്തിട്ട് ഈ ക്യാൻവാസ് തുണി ഉള്ളിലേക്ക് മറിച്ചെടുക്കാം. ഇങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം കഴുത്തിൻ്റെ അറ്റത്തുകൂടി പ്രസ് ചെയ്ത് അടിച്ചെടുക്കണം. മറുവശത്ത് നമുക്ക് അടിക്കേണ്ട, പകരം കൈകൊണ്ട് തുന്നിയാൽ മതി. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ മെയിൻ തുണിയിൽ പൈപ്പിംഗ് പിടിപ്പിക്കാം. ഇതിനായിട്ട് ലൈനിങ് തുണിയിൽ നിന്ന് ക്രോസ് ആയിട്ട് കഷ്ണം മുറിച്ചെടുക്കുക. എന്നിട്ട് ഈ കഷ്ണം രണ്ടായി മടക്കിയിട്ട് കഴുത്തിൻ്റെ അരികിൽ കൂടി വെച്ച് അടിച്ചെടുക്കണം. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ആ ഒരു കഷ്ണം ഉള്ളിലേക്ക് മടക്കിയെടുത്തിട്ട് ഉള്ളിൽ കൂടെയും കൂടെ ഒന്നടിക്കുക. അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് പൈപ്പിംഗ് കിട്ടും. ഇതാ നമ്മൾ ഫ്രണ്ട് കഴുത്തിന് പൈപ്പിംഗ് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി അത് ഫ്രണ്ടിൻ്റെ ലൈനിങ്ങിലേക്ക് വെച്ച് 2 പീസും കൂടി കൂട്ടി യോജിപ്പിക്കണം. ഷോൾഡർ കൂട്ടി അടിച്ചാൽ മതി. ഇനി നമുക്ക് ബാക്ക് കഴുത്ത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ ബാക്കിൽ കഴുത്ത് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ അടിപ്പിൻ്റെ ഉള്ളിൽ കൂടെ തുമ്പിട്ടിട്ട് 4 ഇഞ്ച് തുമ്പിട്ടിട്ട് നമുക്ക് വെട്ടിക്കളയാം. ഇനി അതിൻ്റെ തുമ്പിക്കൂടി ചെറിയ വെട്ടുകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് നല്ല തുണി ഉള്ളിലേക്ക് മറിച്ചെടുക്കാം. ഇനി ആ കഴുത്തിൻ്റെ അരികിൽ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചെടുക്കുക കൂടി ചെയ്യാം. അങ്ങനെ നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇതിനായിട്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ ഫേസ് ടു ഫേസ് ആയിട്ട് വയ്ക്കുക. എന്നിട്ട് കഴുത്തിൻ്റെ വശത്ത് നിന്നും കൈക്കുഴിയുടെ വശത്തേക്ക് ചെരിച്ചടിക്കുക. മറ്റേ ഭാഗത്തും അങ്ങനെ തന്നെ ചെയ്യുക. ഇതാ നമ്മൾ അങ്ങനെ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് സ്ലീവ് ടോപ്പിലേക്ക് പിടിപ്പിക്കാം. ഇതിനായിട്ട് സ്ലീവ് എടുക്കുക. എന്നിട്ട് ലൈനിങ്ങിൻ്റെ അകവശം മുകളിലായിട്ട് വെച്ച് അതിന് മുകളിലേക്ക് നല്ല തുണിയുടെ അകവശം മുകളിലായിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് കൈയുടെ അടിഭാഗത്ത് കൂടെ അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് മെയിൻ തുണി ഉള്ളിലേക്ക് മറിച്ചെടുക്കണം. എന്നിട്ട് കൈയുടെ അടിഭാഗം ആ മടങ്ങിയ ഭാഗത്ത് പ്രസ് ചെയ്ത് അടിക്കുക കൂടി വേണം. ഇനി സ്ലീവിൻ്റെ ഫ്രണ്ട് പീസിലേക്ക് വരുന്ന ഭാഗത്ത് നമുക്ക് കുഴിച്ചു വെട്ടിയെടുക്കാം. ഇതിനായിട്ട് സ്ലീവ്സിൻ്റെ അകവശങ്ങൾ ഫേസ് ടു ഫേസ് ആയിട്ടോ പുറവശങ്ങൾ ഫേസ് ടു ഫേസ് ആയിട്ടോ വയ്ക്കണം. എന്നിട്ട് ഒരു വശത്ത് അല്പം കുഴിച്ചു വെട്ടാം. ആ കുഴിച്ചു വെട്ടിയ ഭാഗം നമ്മൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് സ്ലീവ് പിടിപ്പിക്കുന്ന സമയത്ത് ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ഫ്രണ്ടിലേക്ക് വരത്തക്ക വിധം വേണം കൈ പിടിപ്പിക്കാനായിട്ട്. ഇനി സ്ലീവ് ഷോൾഡറിലേക്ക് കൂട്ടി പിടിപ്പിക്കാം. ഇതിനായിട്ട് മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ഫ്രണ്ടിലേക്ക് ആകത്തക്ക വിധം 2 കൈയും സെറ്റ് ചെയ്ത് നടുവിൽ നിന്നും 2 വശത്തേക്കും അടിച്ചെടുക്കാം. ഇതാ നമ്മൾ അങ്ങനെ സ്ലീവ് ടോപ്പിലേക്ക് കൂട്ടി പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാം. 37ൻ്റെ കൂടെ 3 കൂട്ടണം. അപ്പോൾ 40 കിട്ടും. 40ൻ്റെ പകുതി 20. അപ്പോൾ നമ്മൾ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തുന്നത് 20 ഇഞ്ചാണ്. ഇനി ഇടവണ്ണം അടയാളപ്പെടുത്താം. ഇടവണ്ണം നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ചെസ്റ്റ് വണ്ണത്തിൽ നിന്ന് 3 ഇഞ്ച് കുറച്ചിട്ട് വേണം ഇടവണ്ണം അടയാളപ്പെടുത്താനായിട്ട്. അങ്ങനെ വരുമ്പോൾ 17 ഇഞ്ച് ഇവിടെ കിട്ടും. പക്ഷെ നമ്മളിവിടെ ടക്ക് ഇടുന്നുണ്ട്. അപ്പോൾ 2 ഇഞ്ച് ടക്കിനായിട്ട് നമ്മൾ കൂട്ടിയെടുക്കണം. അപ്പോൾ 19 ഇഞ്ച് ഇടവണ്ണത്തിൻ്റെ അവിടെ അടയാളപ്പെടുത്താം. ഇനി കൈയുടെ വണ്ണം അടയാളപ്പെടുത്താം. കൈയുടെ വണ്ണം 7 ഇഞ്ചാണ് എടുക്കുന്നത്. 2 സ്ലീവേലും 7 ഇഞ്ച് അടയാളപ്പെടുത്താം. അതിനുശേഷം ഈ മാർക്കുകളെല്ലാം കൂട്ടി യോജിപ്പിച്ച് ടോപ്പിൻ്റെ അടി വരെ അടിച്ചെടുക്കണം. അടിയിലേക്ക് നമുക്ക് എത്രത്തോളം വീതി കിട്ടുന്നോ അത് മുഴുവൻ എടുത്തിട്ട് വേണം അടിക്കാനായിട്ട്. ഇനി നമുക്ക് ടക്ക് അടിക്കാനുള്ളതും കൂടി മാർക്ക് ചെയ്യാം. ഇതിനായി ഷോൾഡറിൽ നിന്നും 9 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. മറ്റേ വശത്തും 9 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി സെൻറ്ററിൽ നിന്നും ആ മാർക്കുകളിലേക്ക് 4.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യണം. ഇപ്പോൾ കിട്ടിയ പോയിന്റിൽ നിന്നും വീണ്ടും താഴേക്ക് 8 ഇഞ്ച് വീതം അടയാളപ്പെടുത്തണം.
എന്നിട്ട് ആ 8 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റുകളിലേക്കും സെൻറ്ററിൽ നിന്ന് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ 2 പോയിൻറ്റുകൾ തമ്മിൽ കൂട്ടി വരയ്ക്കണം. ഇനി ഇപ്പോൾ കിട്ടിയ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വരയുടെ നടുവിൽ പിടിച്ചിട്ട് വരയുടെ ഒരറ്റത്ത് നിന്നും വീതി കുറച്ച് നടുവിലേക്ക് വരുമ്പോൾ വീതി കൂട്ടി അപ്പുറവശത്തേക്ക് വീതി കുറച്ച് നമുക്ക് ടക്ക് അടിച്ചെടുക്കാം. ഇതാ നമ്മൾ ടക്കും അടിച്ചെടുത്തു, അരികും അടിച്ചെടുത്തു. ഇനി നമുക്ക് ടോപ്പിൻ്റെ അടിഭാഗം ഒന്ന് ഷേപ്പിൽ വെട്ടിയെടുക്കണം. ഇതിനായിട്ട് ടോപ്പ് 2ആയിട്ട് മടക്കിയിടുക. എന്നിട്ട് ടോപ്പിൻ്റെ അറ്റത്ത് താഴെ നിന്നും മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നടുഭാഗത്ത് നിന്നും വളച്ചു വരയ്ക്കണം. എന്നിട്ട് ആ വരയിലൂടെ നമുക്ക് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് അടിഭാഗത്ത് പിടിപ്പിക്കാനുള്ള ഫ്രില്ല് തയ്യാറാക്കാം. ഇതിനായിട്ട് നമ്മൾ നേരത്തെ നീളത്തിൽ തുണി വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വീതിയിൽ നമുക്ക് ഫ്രിൽസ് തയ്യാറാക്കി എടുക്കാം. നമ്മളങ്ങനെ ഫ്രിൽസ് അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ടോപ്പിൻ്റെ അടിഭാഗത്തേക്ക് കൂട്ടിയോജിപ്പിക്കാം. നമ്മൾ സൈഡ് അടിക്കുമ്പോൾ ഒരു വശത്ത് മുഴുവനായിട്ടും മറ്റേ വശത്ത് അടിഭാഗത്ത് കുറച്ച് വിട്ടിട്ടും വേണം സൈഡ് അടിക്കാനായിട്ട്. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ അടി അടിക്കാം. ചെറുതായിട്ട് 2ആയിട്ട് മടക്കിയിട്ട് വേണം ലൈനിങ്ങിൻ്റെ അടി അടിക്കാനായിട്ട്. ഇനി മെയിൻ തുണിയുടെ അറ്റത്ത് മുകളിലേക്ക് ഫ്രില്ലിൻ്റെ അകവശം മുകളിലാകത്തക്ക വിധം വെച്ച് അരികിലൂടെ അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ഫ്രില്ല് മറിച്ച് അതിന് മുകളിൽ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അടിക്കുകയും കൂടി വേണം. അതിനുശേഷം ആ സൈഡും കൂടി നമുക്ക് കൂട്ടി പിടിപ്പിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ടോപ്പ് തയ്ച്ച് കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തയ്ക്കാവുന്ന ഒരു ടോപ്പാണിത്. ടോപ്പിന് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിനനുസരിച്ച് നമുക്ക് ഈ ഡിസൈൻ കാഷ്വൽ വെയറിനോ പാർട്ടി വെയറിനോ ആയിട്ട് തയ്ക്കാവുന്നതാണ്. എല്ലാവരും ഈ ടോപ്പ് ഒന്ന് തയ്ച്ച് നോക്കണം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.